ഞാനിന്ന് നിൽക്കുന്നത് ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ എൻട്രി പാസ് ആണ് എടുക്കുന്നത്. അത് ഒരാൾക്ക് 40 രൂപയാണ്. അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏരിയയിൽ ചെല്ലുമ്പോഴത്തേനും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ദൂരം നിന്നിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് അതിന്റെ ആക്ടിവിറ്റി സോൺ ആണ്. ഇവിടുന്ന് കയറി ചെല്ലുമ്പോഴത്തേനാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തുന്നത്. ഇവിടുന്ന് കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അത് കയറി ചെല്ലുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറേണ്ടത്. ടിക്കറ്റിന് ഒരാൾക്ക് 200 രൂപയാണ്, കുട്ടികൾക്ക് 150 രൂപയും. പിന്നെ നമുക്ക് 10 മിനിറ്റ് മാത്രമേ ബ്രിഡ്ജിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അറ്റ് എ ടൈം അതിൽ 20 പേരെ മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അവർ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറേണ്ടത്. ഇതെന്റെ എൻട്രൻസ് ആണ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിന്റെ. ഇതിലെ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേനാണ് ബ്രിഡ്ജിലെത്തുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫോഗ് ഉണ്ട്, അതുപോലെ സിമുലേറ്റഡ് ട്രെയിൻ ഉണ്ട്. വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. നമുക്ക് ഇതിലെ താഴേക്ക് നോക്കുമ്പം പേടി തോന്നും, പിന്നെ നടക്കാനായിട്ട് ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ നല്ല വ്യൂ ആണ് ഇതിലെ താഴെ നോക്കുമ്പോഴത്തേന്. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പോണ്ട് ഉണ്ട്. അതൊക്കെ ഇതിലെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എന്റെ ചുറ്റുപാട് കാണാനാണേലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടും നല്ലൊരു സ്പേസ് ആണ്. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവര് ഒരു വട്ടയിലും വന്ന് കാണണം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.